ഞാനിന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചോദ്യം ചോദിച്ചു, വീണ്ടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈസ് യുവർ റിലേഷൻഷിപ്പ് എ ലൈഫ് ബോട്ട് ഓർ എ ലീക്ക് ബോട്ട്? നിങ്ങളുടെ ബന്ധങ്ങൾ നല്ലൊരു കപ്പലാണോ അതോ തകർന്നടിഞ്ഞ ഒരു വള്ളമാണോ? വളരെ സിമ്പിളായി ഞാൻ ചോദിക്കുക. ഇതിനോട് തന്നെ പലർക്കും ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച്, ഞാൻ പറയാൻ പോകുന്ന വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ധാരണകൾ പക്ഷേ കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളും നമ്മെ അതിലേക്ക് നയിക്കുകയാണ്. ഇന്ന് ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ബന്ധങ്ങളിലെ തകർച്ച എന്ന വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ അധികം നാം ചിന്തിച്ചിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ബന്ധങ്ങൾ. ഞാൻ അന്ന് ചോദിച്ചോട്ടെ, ഒരിക്കൽ പോയെങ്കിലും ഭർത്താവിനോട് പിണങ്ങാത്ത ഭാര്യമാരുണ്ടോ? കൈവർത്തി. ഇനിയൊക്കെ കൂടാകണം കേട്ടോ. ഞാനിത് നേരത്തെ നിർത്തിയിരിക്കാം. ഞാൻ സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് നിർത്താനാണ് എന്റെ ആഗ്രഹം. ദൈവം നയിക്കുന്നത് പോലെയാണ്. എന്തായാലും ഭർത്താവിനോട് പിണങ്ങാത്ത ഭാര്യമാരുണ്ടോ? തിരിച്ചു ഭാര്യമാരോട് പിണങ്ങാത്ത ഭർത്താക്കന്മാരുണ്ടോ? മാതാപിതാക്കളോട് പിണങ്ങാത്ത മക്കളുണ്ടോ? പറഞ്ഞേ. നമ്മൾ ഒത്തിരി അന്തരംഗം വേണ്ട. നമ്മൾ പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഉറപ്പുള്ള ബന്ധങ്ങൾ നിങ്ങൾ പലർക്കും തകർന്നിട്ടില്ലേ? കൂട്ടുകാരോട് പിണങ്ങേണ്ടി വന്നിട്ടില്ലേ? നമ്മുടെ ബന്ധുക്കളോട് ചിലപ്പോഴെങ്കിലും അത് നിൽക്കേണ്ടി വന്നിട്ടില്ലേ? എന്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ തകരുന്നു? എന്തുകൊണ്ട് ബന്ധങ്ങൾക്ക് മൂല്യം സംഭവിക്കുന്നു? ചിന്തിക്കേണ്ട ആവശ്യകത വളരെയധികമാണ് പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആരുടേതാണ്? ഒരു കലാകാരന്റെയാണ്. പറഞ്ഞോളൂ. അദ്ദേഹം തുടങ്ങി വെച്ച ചില ചർച്ചകൾ ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ മറ്റു പലതിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കുറവേറ്റ് പറഞ്ഞത് ഇന്ന് വലിയ ചർച്ച വിഷയമായി. എന്തുവാ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ലഹരിക്ക് അടിമയാണെന്നും അത് ഉപയോഗിച്ചുവെന്നും ഒരു ഏറ്റുപറച്ചിലുണ്ടായത് പല ചർച്ചകൾക്കും വഴിത്തിരിവാകുകയാണ്. വേടന്റെ പൂർണ്ണമായ പേരാണെന്നറിയാം. ഹിരൺദാസ് മുരളി എന്നാണ് അല്ലെ. എപ്പോഴും വട്ടപ്പേര് കേൾക്കാൻ വളരെ ഇഷ്ടം. നല്ല പേര് ഓർക്കാറില്ല. ഹിരൺദാസ് മുരളി നല്ലൊരു പാവനമായ പേരുള്ള ഈ വ്യക്തി തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാനങ്ങളിലൂടെ റാപ്പ് സോങ്ങുകളായി പാടുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം സമൂഹത്തോട് പറയുമ്പോൾ അത് പല ചർച്ചകളിലേക്കും വഴിത്തിരിവാകുകയാണ്. അത് മറ്റൊന്നുമല്ല, ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഒരു മാരക വിഷം, മയക്കുമരുന്ന്, ലഹരി ഇത് നമ്മുടെ ചുറ്റുപാടും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളുടെ തകർച്ചയെ കുറിച്ച് നാം വിശദമായി പഠിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. മുന്നിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പലതും മറക്കരുത്. ബഹുമാന പ്രാർത്ഥിച്ചപ്പോൾ പലതിനെയും സൂചിപ്പിച്ചു. പണത്തിന് വേണ്ടി സ്വന്തം മകൻ, സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. എന്തിനും നമ്മുടെ സമീപത്ത് തന്നെ നടന്ന മറ്റൊരു ചരിത്രമാണ് ഒരു പിതാവിനെ കൊന്നുകളഞ്ഞ മകന്റെ ചരിത്രം. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കിണറ്റിലോ എവിടെയൊക്കെ എടുത്തെറിഞ്ഞ് അവരെ കൊന്നു കളഞ്ഞിട്ട് മറ്റേതോ പുതിയ ബന്ധങ്ങൾ തേടുന്ന ഒരു തലമുറ. ഇന്ന് ബന്ധങ്ങൾക്ക് മൂല്യം സംഭവിച്ചിരിക്കുകയാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ ബന്ധങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും ഒത്തിരി പേർ കരയുന്നുണ്ട്. വർഷങ്ങളോളം സ്നേഹിച്ചിട്ട്, വർഷങ്ങളോളം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തിപ്പോയവരുടെ അനുഭവങ്ങൾ കണ്ണീരായി തൊഴിൽ നടക്കുന്ന ഒത്തിരി പേരുടെയുണ്ട്. ഭർത്താവിൽ നിന്നും, ഭാര്യയിൽ നിന്നും, മക്കളിൽ നിന്നും
പ്രതീക്ഷിക്കുന്ന സ്നേഹം കിട്ടാതെ, പരിപാലനം കിട്ടാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, അയൽക്കാർക്കുള്ള പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ തകർച്ച കാരണം കേസും കോടതിയുമായി കേസ് നടക്കുന്ന ഒത്തിരി പേർ നമ്മുടെ മധ്യമുള്ളപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇന്ന് പ്രധാനമായി ഇവിടെ ഉന്നയിക്കുന്നത്. 108ാം സമാജം ആഘോഷിക്കുന്ന കൊല്ലൈ സഭയെ, ദേശമേ, നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ തകരുന്നതിന് കാരണം എന്താണ്? എന്താണ് പ്രശ്നം? ദൃഢമായി നിൽക്കേണ്ടുന്ന ബന്ധങ്ങൾ നശിച്ചു പോവുകയാണ്. ഒരു കുടുംബമായി ജീവിക്കേണ്ടവർ ഇന്ന് കുടുംബമായി അതിന്റെ പവിത്രമായ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകുതി വഴിയിൽ വെച്ച് ഇത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. യുവതലമുറകളും നമ്മുടെ കുടുംബത്തിലെ അമ്മമാരും പിതാക്കന്മാരും ഇത് പുതിയ ബന്ധങ്ങൾ നേടാൻ വളരെ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട വലിയ പ്രസക്തിയുള്ള വിഷയമാണ് ബന്ധങ്ങൾ എന്നത്. പ്രിയരെ, അതുകൊണ്ട് മനസ്സിൽ വേദന വന്നിട്ടുള്ളവർ, ബന്ധങ്ങളിൽ നിന്ന് ഒത്തിരി 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 തീക്ഷ്ണമായ അനുഭവങ്ങൾ വന്നിട്ടുള്ളവർ തുറന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, എന്റെ ബന്ധങ്ങളിൽ എനിക്ക് വലിയ വേദന വന്നിട്ടുണ്ട്. എന്നെ ചതിച്ചവരുണ്ട്, പണപരമായി എന്നെ മറ്റു മാനസികമായി എന്നെ വ്രണപ്പെടുത്തിയവരുണ്ട്. അപ്പാ, എന്റെ ബന്ധങ്ങളിൽ ഞാൻ എന്നും ഉറച്ചു നിൽക്കുമെന്ന് കരുതി എനിക്ക് ആ ബന്ധങ്ങൾ വീണുപോയപ്പാ, എനിക്ക് കരകയറുവാൻ ഒരു അവസരം തരണമേ. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ അവസരം തരണമേ. എന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ സഭയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ ദൈവത്തോടുള്ള ബന്ധത്തിൽ പോലും അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരുപക്ഷെ ഒന്ന് പറഞ്ഞതുപോലെ ലഹരിയാകാം, മറ്റു പല ഭൗതികമായ ആസക്തികളാകാം, മറ്റു പലതിലുള്ള ആഗ്രഹങ്ങളാകാം നിന്റെ ബന്ധങ്ങൾ തകർത്തിയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുവാനും നാം രൂപാന്തരപ്പെടുവാനും ഒത്തിരി തയ്യാറെടുക്കേണ്ട ആവശ്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും സത്യമായ കാര്യം മനസ്സിലാക്കണം, ഒത്തിരി കുടുംബങ്ങൾ കരയുകയാണ്. അച്ഛന്മാരായ നിങ്ങളോടൊന്ന് ഒരു പ്രിയപ്പെട്ട അമ്മമാരെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ മകൾ രാത്രി ഉറങ്ങാറില്ല, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവൾ ഫോൺ എടുത്ത് അങ്ങ് ബാൽക്കണിയുടെ മുകളിൽ പോവുകയാണ്, പുതിയ ബന്ധങ്ങൾ തേടി എത്രയോ സമയം അവിടെ ചെലവഴിക്കുകയാണ്. എന്റെ മകൻ പലപ്പോഴും പല ബന്ധത്തിനടിമയിൽപ്പെട്ടു പോവുകയാണ്. എന്റെ ഭർത്താവ്, എനിക്ക് സംശയമുണ്ട്, അയാൾ മറ്റൊരു രീതിയിൽ അയാൾ മറ്റാളുകളെയോ സംസാരിക്കുന്നുണ്ട്. എന്റെ ഭാര്യ പലപ്പോഴും എന്നെ വഞ്ചിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പല പല ചിന്തകളാണ് പറയുന്നത്. എന്നെ ഉറ്റു സ്നേഹിച്ചവർ എന്നെ വിട്ടുമാറി പോകുന്നു, എന്നെ സാമ്പത്തികമായി ചതിക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുന്നു, ബന്ധങ്ങളെ തകർച്ചയ്ക്ക് കാരണമെന്ത്? അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെ ലഘുവായി മാത്രമേ കഴിയുകയുള്ളൂ. ആ ചിന്തകളിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കടകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ഭയം പെടുത്തുന്ന ഈ ലോകത്തിൽ, ഭയം ജനിച്ചിരിക്കുന്ന ലോകത്തിൽ ഭയപ്പെടാതെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്താൻ പോവുകയാണ്. കണ്ണുകളയ്ക്കാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളച്ചാൽ പ്രാർത്ഥിച്ച് നമുക്ക് ബലപ്പെടാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെരമ്യാവ് 1:8 പറയുന്നു, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ആവർത്തനം 31:8 പറയുന്നു, യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. യെശയ്യാവ് 21:22 പറയുന്നു, അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനി ലജ്ജിച്ച് പോവുകയില്ല, അവന്റെ മുഖം ഇനി വിളറിപ്പോവുകയില്ല എന്ന് സങ്കീർത്തനം 18 അതിൽ 36 പറയുന്നു. ഞാൻ കാലടിക്കേണ്ടതിന് വിശാല വരുത്തി എന്റെ നദിയാണികൾ വൈകിപ്പോകുന്നില്ല എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. അപ്പൊ എനിക്ക് ആദ്യം അങ്ങനെയുള്ള ബന്ധത പ്രസ്താവിക്കേണ്ടതുണ്ട്. അതിന് കുറവുകളൊന്നും എന്നോട് പറയണം. അപ്പൊ ഈ വചനത്തിലൂടെ പറയണമേ, എന്റെ കുടുംബത്തിൽ ബന്ധങ്ങൾ നശിച്ചു പോയിരിക്കുന്നു, എന്റെ ദേശത്തിൽ ആരോടും ബന്ധങ്ങളില്ല, എന്റെ ബന്ധങ്ങൾ എന്തൊക്കെ ഒരുമിച്ച് സംഭവിച്ചിരിക്കുന്നു, അടിസ്ഥാനപ്രകാരം ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ.
പരിശുദ്ധനായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവേ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. ആത്മീയമായി ഞങ്ങൾ ബലം തരണമേ. അഗാധമായ ചിന്തകളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് ആ കർത്താവെ ഞങ്ങളുടെ ജീവിത കുറവുകളെ പരിഹരിച്ചു ഞങ്ങൾ സഹായിക്കണം. പ്രാർത്ഥനകളുടെ നദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾക്ക് കലശങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്ത ബന്ധങ്ങൾ ബന്ധനങ്ങൾ ആകരുത് എന്നതാണ്. പേടിക്കേണ്ട, ഇന്ന് മുഴുവനൊന്നും ഇത് പോകുന്നില്ല. ഇതിന്റെ ഒരു വ്യാമുഖം മാത്രം പറഞ്ഞ് ഇത് നിർത്താം. ഈ 2 ദിവസം നമുക്ക് വീണ്ടും ഉണ്ടല്ലോ. ആ ദിവസങ്ങളിലേക്ക് വീണ്ടും നമുക്ക് ചിന്തകളിലേക്ക് കൂടുതൽ ചിന്തകളിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും ഇന്നത്തെ ആ ലഘുവായ ധ്യാനത്തിലേക്കും ആമുഖത്തിലേക്കും നയിക്കുന്ന ചിലത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിരിക്കും ന്യായാധിപന്മാർ 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അതിങ്ങനെ കാണുന്നു: അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വെളുപ്പിച്ചു, തലയിലെ ജടയേഴും കളയിച്ചു. അവൾ അവനെ ഒരുക്കി തുടങ്ങി, അവന് ശക്തി അവനെ വിട്ടുപോയി എന്ന്. ഈ വേദപുസ്തകത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഥ എല്ലാവരും ഇഷ്ടമല്ലേ? കഥ ഇഷ്ടമാണോ? അച്ഛോ അച്ഛാ, സമയമായി 8:59. ഇപ്പൊ നിർത്തിയ നടന്ന വീട്ടിലെത്തുമ്പോ 10 മണി. ഭക്ഷണം കഴിച്ച് വാങ്ങാനുള്ള സമയം. അച്ഛൻ ഇപ്പൊ കഥകൾ പറഞ്ഞു തുടങ്ങിയ അച്ഛനെ പ്രോത്സാഹനം തന്നെ അച്ഛൻ നിർത്തത്തില്ല എന്നതാണ് സത്യം. അങ്ങനെയാണോ? എന്തായാലും എന്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ എടുത്ത് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ പ്രധാന ഒരു കഥ ഞാൻ പറഞ്ഞ് ഇന്നത്തെ വിഷയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ അതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാ? കുതിര വാങ്ങണമെന്ന്. അദ്ദേഹം കുതിരകളെ എവിടെ കണ്ടാലും നോക്കി നിൽക്കും. കുതിരയുടെ ഭംഗി അതിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാത്തിരുന്ന ഒരു കുതിരയെ വാങ്ങിച്ചു. പക്ഷെ കുതിര വാങ്ങിയപ്പോൾ തന്നെ അതിന് ഉടമ പറഞ്ഞു, ഈ കുതിരയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് ചന്തമുള്ള കുതിരയാണ്, പക്ഷെ ഇത് പെട്ടെന്നൊന്നും മെരുങ്ങത്തില്ല. ഇതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച ഉടനെ ഇതിനൊന്ന് മെരുകിക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് ആദ്യം എന്ത് ചെയ്യണം? അതിനെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അത് നിങ്ങളുമായിട്ട് മെരുങ്ങാനായിട്ട് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യന് കുതിര വാങ്ങുക എന്നതായ ഒരു ലക്ഷ്യം.
അതിന് മെരുക്കാനൊന്നും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് നോക്കി നിൽക്കും, വാ സൂപ്പർ, നല്ല ചന്തമുള്ള കുതിരയാണ്, നല്ല സ്വഭാവമുള്ള കുതിരയാണ്, നല്ല രീതിയിലുള്ള കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. പക്ഷെ ആ കുതിരയെ പഠിപ്പിക്കുവാനോ ട്രെയിനിങ് കൊടുക്കുവാനോ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ സംഭവിച്ചെന്നറിയാമോ? ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, എന്തായാലും കുഴപ്പമില്ല, ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, കുതിരയും ഞാൻ തമ്മിലുള്ള അടുപ്പം വലുതാണ്, എനിക്ക് കുതിര ഭയങ്കര ഇഷ്ടമാണ്, കുതിരയുടെ പുറത്ത് കയറി ആ കുന്നിൻ ചെരുവിലൂടെ യാത്ര പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ചാടി പിടിച്ച് തൂങ്ങിയതല്ലേ കുതിരയുടെ പുറത്ത് കയറി. എന്താ സംഭവിച്ചത്? കുതിരയുടെ പുറത്ത് കയറിയപ്പോ കുതിരയുടെ സ്വഭാവം മാറി. എന്തുവാ? കുതിര വലുതോട് പോകും പോയി. ആ താഴ്വരയുടെ കൂടെ അവിടെ കൊണ്ടുപോയി അവസാനം മറ്റൊരു വ്യൂ പോയിന്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു കുതിര പൊങ്ങിച്ചാടുന്നത്. എന്താ സംഭവിച്ചേ? ഇതിന്റെ ഉടമ അള്ളിപ്പിടിച്ചിരുന്ന അവിടെ പോയി താഴെ പോയി പൊതുവും അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയ സന്ദേശമാണ് നമുക്ക് ഈ കുതിര നൽകുന്നത്. മറ്റൊന്നുമല്ല, a beautiful relationship without control can lead to painful fall. നമ്മുടെ ബന്ധങ്ങളെ നാം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വീണു പോകും എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ബന്ധങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വീണു പോകും. വലിയൊരു വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ബന്ധങ്ങൾ. അത് ബന്ധനങ്ങൾ ആകരുത് എന്ന വിഷയം. ചിലർക്ക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു റോസാപ്പൂ പോലെ മനോഹരമാണ്. ചിലർക്ക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ കാഠിന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. വേദവസ്ത്ര പ്രകാരം ബന്ധങ്ങൾക്ക് നൽകുന്ന നിർവചനങ്ങൾ എന്താണ്? ഉൽപ്പത്തി 2:18 പറയുന്നു, God created man for relationship. അതായത് ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ബന്ധങ്ങൾ സ്ഥാപിക്കുക. അമോസ് 3:3 പറയുന്നു, can two walk together unless they agree. തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു നടക്കാൻ സാധിക്കുമോ? ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്, പരസ്പരമുള്ള ബന്ധത്തിന്റെ ആഴത്തെ കുറിച്ച്. 1 കൊരിന്ത്യർ 15:33 പറഞ്ഞു, bad company corrupts good character എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയാണ്, വേദവസ്തുത തെളിവാണ്. നമ്മൾ ആരോടാണോ ആ ബന്ധം സ്ഥാപിക്കുന്നത്, നമ്മൾ എത്തരത്തിലുള്ള ബന്ധമാണോ സ്ഥാപിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നതാണ് വീണ്ടും ഓർപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 2 കൊരിന്ത്യർ 6:10 പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ലാത്ത കൂടെ നിന്ന് ചിന്ത നൽകിക്കൊണ്ടാണ് ഈ വേദപുസ്തകം ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഇതിന്റെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഈ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ദൈവമാണ്. അത് പരസ്പരം വളരാണ്, പരസ്പര സന്തോഷത്തോടെ ജീവിക്കുവാൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒന്നാണ്, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് ബന്ധങ്ങൾ. അതുകൊണ്ടാണ് ഭാര്യ ഭർത്ത ബന്ധങ്ങൾ, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സമാജ ബന്ധങ്ങൾ, ഇങ്ങനെ പല ബന്ധങ്ങൾ, ദൈവികമായ ബന്ധങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്നാൽ സാത്താനുകളെ കാണുന്നത് നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. മക്കളെ, ഒരു ഭാഗത്ത് ദൈവം പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ബന്ധങ്ങൾ വന്നിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നശിപ്പിക്കുവാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി ബന്ധങ്ങളെ സാത്താൻ കിണിയൊരുക്കുന്നു എന്ന് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. ഇതൊരു ബന്ധമാണ് എന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ഇന്നത്തെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്താൻ എനിക്ക് സമയം കിട്ടുന്നുള്ളൂ. ഞാൻ അതിലേക്ക് പോവുകയാണ്. അപ്പൊ 2 തലത്തിലേക്കാണ് നമ്മുടെ ബന്ധങ്ങൾ പോകുന്നത്. ഒന്ന് ആത്മീയ ബന്ധം, 2 ഭൗതിക ബന്ധങ്ങൾ. ആത്മീയ ബന്ധങ്ങൾ, ഭൗതിക ബന്ധങ്ങൾ. അപ്പോ ഈ 2 മേഖലകളിലും നമ്മളൊന്ന് വെളിച്ചൂണ്ടി നിർത്താനായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജിന്നു രവീന്ദ്രൻ എന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത്, വളരെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു തലക്കെട്ട് ഇങ്ങനെയാണ്, വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നതെന്ന് ഒരു കോട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു സോഷ്യൽ മീഡിയ കണ്ട ഒരു മറ്റൊരു കോട്ടാണ്, ബന്ധങ്ങൾ കിളികളെ പോലെയാണ്, മുറുകെ പിടിച്ചാൽ ചത്തുപോകും, അയച്ചു പിടിച്ചാൽ പറന്നു പോകും, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ എന്നും ഉണ്ടാവും. വളരെ അർത്ഥമല്ലേ? ബന്ധങ്ങളെ കുറിച്ച് തന്നിരിക്കുന്ന ഒരു നല്ലൊരു ചിന്തയാണ്. മുറുകെ പിടിച്ചാൽ ചത്തുപോകും, അയച്ചു പിടിച്ചാൽ കിളികളെ പോലെ അത് പറന്നു പോകും, എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അത് കൂടെ എന്നും ഉണ്ടാകും എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു രാജൂട്ടി എന്ന് പേരുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
നിറം മങ്ങിയ ഇലകളെ മരങ്ങൾ പോലും വെച്ചിരുന്നു, പിന്നെ എന്തിനാ നിറം മങ്ങിയ ബന്ധങ്ങളെ തേടി അലയുന്നത് എന്ന ചോദ്യമാണ്. ഇതെല്ലാം ബന്ധങ്ങളെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ ചോദിക്കുന്നു, എല്ലാം തകർക്കുന്ന ബന്ധങ്ങളുണ്ട്, എല്ലാം തകർക്കുന്ന ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങൾ കൊണ്ട് ഈ ലോകം ഇന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആ ലോകം, അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നൊരു തലമുറയെ ഇന്ന് ബന്ധം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിലേക്ക് അവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ അവർക്കില്ല. എങ്ങനെയാണ് നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെന്ന്, ആരാണ് പിതാവ്, ആരാണ് മാതാവ്, ആരാണ് മക്കൾ, ആരാണ് അധ്യാപകൻ എന്നവർക്കറിയില്ല. അവർ മായായ ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് വായിച്ചിട്ട് വേദഭാഗങ്ങളിൽ നാം ഒരു വ്യക്തിയെയാണ് മനസ്സിലാക്കുന്നത്. ആരെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്? നാസറേത്തുകാരനായ ആരാ? ശിംശോൻ. ശിംശോൻ, മനോഹരയുടെ പുത്രനായ ശിംശോനെ കുറിച്ചാണ് ഞാൻ ഇന്ന് 2 വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 25 മിനിറ്റായി. 5 മിനിറ്റോട് നിർത്താമെന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ വരാനായിട്ട് ഒരു ഉഷാറുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ശിംശോനെ കുറിച്ച്. ശിംശോനെ കുറിച്ച് വളരെ വേഗത്തിൽ ഒരു ഷോർട്ടായിട്ട് പറയാം, വളരെ വിവരിച്ച് പ്രസംഗിക്കാമെന്ന് കരുതിയത് ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശിംശോൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിരുന്നു. ഒരു മിഷനോട് കൂടിയാണ് ശിംശോൻ ഈ ലോകത്തിലേക്ക് കടന്നത്. മനോഹരയുടെ പുത്രനായി ലോകത്ത് കടന്നത് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി, അവരുടെ സംരക്ഷണം ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് ദൈവം ശിംശോന് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല, അവന് ഒത്തിരി കഴിവുകൾ, ഒത്തിരി കൃപകൾ അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃപ ലഭിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ എന്നുള്ളത്. ഈ ശിംശോനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. തിന്നയിൽ മുന്തിരിത്തോട്ടത്തിൽ ബാലസിംഹം വന്നപ്പോൾ ആട്ടിൻകുട്ടിയെ പോലെ കൊന്നുകളയാനായി ശിംശോൻ, ശിംശോന്റെ ഭാര്യയെ മറ്റവർക്ക് അമ്മായിയപ്പൻ നൽകിയപ്പോൾ അത് തർക്കത്തിന് കാരണമാക്കി. ഈ കാരണം മുതലാക്കി ഫെലിസ്ത്യർക്കെതിരെ 300 കുറുക്കന്മാരെ വാലോട് വാൽ പന്തം വെച്ച് കെട്ടി ഫെലിസ്ത്യരെ വിളവിലേക്ക് പറഞ്ഞയച്ച വ്യക്തിയാണ് നമ്മുടെ ശിംശോൻ എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു ഘട്ടത്തിൽ പറയുന്നു, ഫെലിസ്ത്യരുടെ തുടയിൽ നടുവും തകർത്തവനാണ് ശിംശോൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, വീണ്ടും പറയുന്നു, ഫെലിസ്ത്യർ കെട്ടി കയർ എരിയിച്ച് കഴുതയുടെ പച്ചത്താടി വെല്ലുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞ മഹാവീരനാണ് ശിംശോൻ. എല്ലാമാണല്ലേ? ദൈവത്തിന് കൃപ ലഭിച്ചവനാണ്, കഴിവുള്ളവനാണ്, എല്ലാമാണ്. പക്ഷേ എല്ലാം ഉണ്ട് അവന്, അല്ലെ? എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പദവിയുണ്ട്, നല്ല കഴിവുകളുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നവന് കഴിയുന്നുണ്ട്. പക്ഷേ 16-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോ ശിംശോന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ ചില താളപ്പെടുകൾ ഉണ്ടാവുകയാണ്. 16-ാം അധ്യായം തുടക്കം മുതൽ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള, ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള, പദവിയുള്ള, മാന്യനായ, ഇത്രയും നല്ല സുഖമായി ജീവിതം മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന ഈ വ്യക്തിക്ക് ഒരു താളപ്പെട്ട് സംഭവിച്ചു തുടങ്ങുകയാണ്. എന്താണ് 16-ാം അധ്യായത്തിൽ ആദ്യം കാണുന്നത്? മറ്റൊന്നുമല്ല, മോശമായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് പോയതായിട്ട് ഈ ശിംശോനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. വീണ്ടും കാണുന്നത് ദലീല എന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കുകയും അതോടൊപ്പം സ്വന്തമാക്കാനും ആഗ്രഹിച്ച അനുഭവമാണ് ഈ ശിംശോനെ കുറിച്ച് അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തുടങ്ങുകയാണ് ഒരു ഭൗതിക ബന്ധം. ഇത്രയും നാൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തിയായ ശിംശോൻ, അതുകൊണ്ട് എന്തുണ്ടായിരുന്നു? ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തുണ്ടായിരുന്നു? കഴിവുണ്ടായിരുന്നു. പച്ചത്താടിയോട്, കഴുതയുടെ പച്ചത്താടിയോട് 1000 പേരെ കൊന്ന മഹാവീരനാണ് നമ്മുടെ ശിംശോൻ. അത് ആരോടുള്ള ബന്ധത്തിൽ? ദൈവത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ആ ബന്ധത്തെ ഉപേക്ഷിച്ച പുതിയ ബന്ധങ്ങൾ 16-ാം അധ്യായത്തിൽ അങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. ആദ്യം ഒരു സ്ത്രീയുടെ പുറകെ പോയി, പിന്നെ ദലീല എന്ന ഈ പാലസ്തീൻകാരുടെ മിഷൻ ഗേൾ, അതായത് എന്താ പറയാ, ഒരു ദൗത്യമായി വന്ന ഒരു ചാവേപ്പട എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ദലീലയുടെ അടുക്കൽ ഇവൻ അങ്ങ് പരവശനായി പോയിട്ടുള്ളതാണ്. അവന്റെ റൂട്ട് മാറി. പിന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു മനസ്സ് ഇല്ല. പിന്നെ അവന്റെ ബന്ധങ്ങളെല്ലാം മറ്റൊരു വഴിയിലേക്ക് പോകുന്നതായിട്ട് തോന്നി. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് കേൾക്കുന്ന യുവതലമുറയോട് ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ പല ബന്ധങ്ങളുടെ പുറകെയാണ്,
ഇതെല്ലാം ശരിയാണെന്ന് ശിംശോനെ പോലെ 16-ാം അധ്യായത്തിൽ തുടക്കത്തിൽ കാണുന്നത് പോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നിന്നത് ഈ ദൈവത്തിന്റെ കൃപയാലാണ്, ഇത്രയും നാൾ നിന്നത് ദൈവത്തിന്റെ ബന്ധത്താലാണ്, ദൈവത്തിനുള്ള ആ കൃപയിലാണ് നിന്നത്. എന്നാൽ നിന്റെ ട്രാക്കിനൊക്കെ മാറിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഭയാനകമായ ചിന്തകളാണ് ശിംശോൻ എന്ന മഹാവീരൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ശിംശോന്റെ കഴിവ് എവിടെയാണെന്ന് ഈ മറ്റ് സംഘം പലസ്തീൻകാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദലീലയിൽ അന്വേഷണം നടത്തുകയാണ്. എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ അവനെ പരവശനാക്കി അവനെ മടിയിൽ കിടന്നിട്ട് ചേട്ടാ എവിടെയാണ് ചേട്ടന്റെ കഴിവ്? ഇയാള് ഗവർണറായിരുന്നു 3 തവണ പറ്റിച്ചെന്നാ പറയുന്നത്. എത്ര തവണ? അതെങ്ങനെയാണോ ഈ നൂല് ഇങ്ങനെ പിടിച്ച് കെട്ടിക്കോണം, അപ്പൊ അത് പൊട്ടുമ്പോ കഴിവ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു 3 തവണ ഈ ശിംശോൻ ബുദ്ധിപരമായി നീക്കം ചെയ്തു. പെൺകുട്ടിയുടെ അടുത്താണ് ബുദ്ധിപരമായ കളിയല്ലേ. ഭാര്യമാര് മറുപടി കിട്ടാതെ ഭർത്താവ് വീട്ടിൽ കയറ്റാത്ത പലതാണല്ലേ. അമ്മ മരിച്ചിരിക്കുകയാണ്. മനുഷ്യ എവിടെ പോയിരുന്നേ? ഇനി ഞാനങ്ങ് ചന്തയില മനുഷ്യ, നിങ്ങളന്ന് ക്ലബിൽ പോയി മനുഷ്യ. മറുപടി കിട്ടുന്നത് എവിടെ നിർത്തിരിക്കും. പിന്നെ സത്യം പറഞ്ഞാലേ വീട്ടിൽ കാണാൻ പറ്റും. പുരുഷന്മാരുടെ അവസ്ഥ എങ്ങനെയാ? തിരിച്ചും കാണുമല്ലേ. ഇതുപോലെ അവിടെ സംഭവിച്ചത്. ഡൽഹിയിൽ ആദ്യം പറഞ്ഞതിനൊക്കെ അത് പിന്നെ 3 തവണ 3 കള്ളങ്ങൾ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചു. വിട്ടോ? ഇല്ല. മനുഷ്യ പരമനുഷ്യ എന്താണ് എന്റെ കഴിവ്? കഴിവ് പറ. ഇങ്ങനെയൊക്കെ കരഞ്ഞ് വിളിച്ചുമൊക്കെ ഡൽഹിയിൽ അങ്ങനെ അങ്ങ് അയാളെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. 32 എന്താ സംഭവിച്ചേ? ഇയാൾക്ക് പറ്റുന്നില്ല, സ്ട്രെസ്. അങ്ങനെയാണല്ലോ. ഇനി പറഞ്ഞ കോട്ടെ ഭാര്യമാരുടെ സമ്മർദ്ദം കാരണം എന്താ സംഭവിക്കുന്നേ? പാത്രം അടിക്കും, ഇരിക്കുന്ന വീട്ടിൽ തുണിയിലെടുത്ത് ഭാര്യ അറിയും, എങ്ങോട്ട് ഇറങ്ങിപ്പോകും. പക്ഷെ ഇയാൾക്കോടെ പോകാൻ പറ്റിയില്ല. ഇയാൾ ആരുടെ കയ്യിൽ ഇരിക്കുക? ദലീലയുടെ കയ്യിൽ ഇരിക്കുക. മനുഷ്യൻ പറ അവസാനം മരണാസന്നമായ വാക്കെഴുതിക്കുന്നത് ബൈബിളിരിക്കുന്നത് മരണപരമായ പരവേശത്തുള്ള അവസ്ഥയിലേക്ക് എന്തോ ആവട്ടെ. എന്റെ കഴിവ് എവിടെയാണെന്ന് അറിയാമോ? ഞാനിതുവരെ ക്ഷൗരം ചെയ്തിട്ടില്ല. എനിക്ക് ജനനം തന്നതുപോലെ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്റെ തലമുടി ചെയ്യരുത്, ക്ഷൗരം ചെയ്യരുത്, അതിലാണ് എന്റെ കഴിവ്. സന്തോഷത്തോടെ കാര്യം ചെയ്തു. ഈ ദലീലിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. ദലീൽ പറഞ്ഞു, ചേട്ടൻ നല്ല ചേട്ടൻ ഉറങ്ങിക്കോ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു വരുന്നത്. വായിക്കാം. അടുത്ത് വിളിച്ച് പറയാ, എന്ന് ഫോണില്ലല്ലോ, കവൽപ്രമാൻ വിളിച്ച് പറഞ്ഞു, സംഭവം എവിടെയെന്ന് അറിയാമോ? ഈ മുടിയില്ല. പെട്ടെന്ന് വെട്ടി മുട്ടയടിച്ചു. മഹാവീരൻ കേവലം ഒരു പെൺകുട്ടിയുടെ കൈയിനകത്ത് പച്ച താടിയിൽ കൊണ്ട് 1000 പേരെ കൊന്നു കളഞ്ഞവൻ ഒരു സ്ത്രീയുടെ കയ്യിൽ പുറത്തു കൊണ്ടുണ്ടാകണം. 2 വ്യക്തികളെ കുറിച്ച് ഇതേ കുഴപ്പമുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 രാജകുമാർ 11-ാം അധ്യായം 1 മുതൽ 11 വരെ കാണുമ്പോൾ ശലോമോനെ കാണിച്ചിരിക്കുകയാണ്. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ. പക്ഷെ അയാൾക്കും തെറ്റുകൾ സംഭവിച്ചു. എല്ലാവരും നോക്കിയാണ്, ദൈവമേ ഞങ്ങൾ കൊണ്ടു നടന്ന ഞങ്ങളെല്ലാമായി ശലോമോൻ തെറ്റി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതേപോലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ജ്ഞാനമുള്ള ദൈവത്തിൽ നിന്ന് പ്രത്യേകമായി രൂപപ്പെട്ട വ്യക്തിയാണ് ജ്ഞാനികളായ ശലോമോൻ. പക്ഷേ ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. അന്യജാതിക്കാരായ സ്ത്രീകളെ ഭാര്യമാരെ ചേർത്ത് വയ്ക്കുന്ന രീതി അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോഴേ ദൈവം പറഞ്ഞു, നിന്റെ ബന്ധം ശരിയല്ല, ഇത് ഇത് തെറ്റിക്കും. അവളുമാരെ വന്നിട്ട് പറയും ദൈവമല്ല ശരി, ദേവന്മാരാണ് ശരി, നിന്റെ മനസ്സ് മാറ്റും, നീ അതോ ഇത് പോകരുതെന്ന് പലതവണ കൊടുത്തിട്ടും സലോമൻ എന്ത് ചെയ്ത്? അല്ല ഒന്നുകൂടി കണക്ക് കേട്ടപ്പോഴാണ് നമുക്ക് ഞെട്ടുന്നത്. 700 ഭാര്യമാരും 300 അസിസ്റ്റൻസ്. ദൈവമേ, എന്താ സംഭവിച്ചേ? ഒടുവിൽ ചെമോ മേലൻ എന്ന വിഗ്രഹങ്ങൾ പണിതിട്ട് അവയെ ആരാധിക്കുവാൻ വേണ്ടി ഭാര്യമാര് പറഞ്ഞ കേൾക്കാറില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞിട്ടില്ലല്ലോ. പലരും ചേട്ടാ ദൈവമല്ല, ഈ വിഗ്രഹമാണ് നല്ലതെന്ന് പറഞ്ഞ പാവപ്പെട്ട ശലോമോനെ പ്രേരിപ്പിച്ച് അവൻ അതിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന്റെ കോപം വന്നു. ശലോമോന് രാജ്യത്വം നഷ്ടമായി എന്നൊരു സംഭവം കേൾക്കുകയാണ്. 2 ശമൂവേൽ 13 സഹോദരിയോട് പാപം ചെയ്ത വ്യക്തിയുണ്ട്. ആരാ? അബ്നോ.
അബ്നോർമൽ അല്ല, അബ്നോർ എന്ന വ്യക്തിയുണ്ട്. അബ്നോർ എന്ന ആൾ താമർ എന്ന സഹോദരിയോട് പാപം ചെയ്തതിനെ കുറിച്ച് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നുള്ളതാണ്. അത് ആ സഹോദരിയെ മോശമായി സഹോദരിയോട് പെരുമാറി എന്നാണ് ചരിത്രം വായിച്ച് മനസ്സിലാക്കുക. അവിടെ അസുഖം നടിച്ചു, കൂടെ ഒരു കള്ളബന്ധം ഉണ്ടായിരുന്നു. ആരെന്നറിയാമോ? യോനാദാബ്, ഉപദേശകൻ. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലോ. അപ്പൊ കൂട്ടുകാർ പറയട്ടെ, നിനക്ക് ആ പെൺകുട്ടി എന്ത് ചെയ്യണം? അസുഖം നടിച്ച് നടക്കണം. ഞാൻ നല്ല കൂട്ടുകാരനാണ്, നീ അസുഖം നടിച്ച് അവളെ കൊണ്ട് നടന്നാൽ നിനക്ക് ആ പെൺകുട്ടി കിട്ടുമെന്ന് പറഞ്ഞ് അവളെ വരുതിയിലാക്കാൻ വേണ്ടി ഉള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് അവൾ അവസാനം മൃഗീയമായി അവളോട് പാപം ചെയ്തു. എന്നാൽ എല്ലാം ശുഭമായില്ല. അബ്സലോം അബ്നോറിനെ ശാന്തനായിരുന്നിട്ട് തക്ക സമയം കിട്ടിയപ്പോ അതേത് കൊന്നു കളഞ്ഞു. ഇവിടെ വരെ ഇത് വലിയ വിഷയമാണ് കേട്ടോ. ഒരുപാട് ചിന്തകളാണ് ഞാൻ പങ്കിടാൻ ആഗ്രഹിച്ചത്. നിർത്തുകയാണ്. പേടിക്കണ്ട. ടൈൽസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഉറക്കം കളയാനായിട്ട് ചില ചിന്തകൾ തരും. അത് ടൈൽസിന്റെ മാത്രം ക്വാളിറ്റിയാണ്. ഉറങ്ങുന്നവർ സൂക്ഷിക്കുക. ഉറങ്ങിയാൽ തറയിലിരുന്ന് ആരാധിക്കുക. അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അത് ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് ചെയ്യാത്ത പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ഉറങ്ങിയാൽ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ 3 പേരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കുകയാണ്. ബന്ധങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ മക്കൾ മറ്റൊരു ട്രാക്കിലാണ്. മക്കളെ, നിങ്ങൾ ഓക്കെയാണോ? സ്കൂളിലൊക്കെ ഓക്കെയാണോ? എല്ലായിടത്തും ഓക്കെയാണല്ലേ? ആയിരിക്കണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നപ്പെടരുത്. ജീവിതത്തിൽ ഒരേ ഒരു ട്രാക്കുള്ളൂ, ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുക. നമ്മെ തെറ്റിക്കാൻ വേണ്ടി പിശാച് പല രീതിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെയെല്ലാം നോ പറഞ്ഞ് ദൈവത്തിന്റെ ദാസന്മാരായി ജീവിക്കുക. ഇല്ലെങ്കിൽ ശിംശോനെയും അബ്നോറിനെയും ശലോമോനെയൊക്കെ എന്ത് ചെയ്യുക, ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വചനത്തിൽ നിർത്തുകയാണ്. ബന്ധങ്ങളിലെ വിള്ളൽ കാരണം ഒത്തിരി അമ്മമാർ അടുക്കളയിൽ നിന്ന് ഏങ്ങിക്കരയുന്നുണ്ട്. ഭർത്താവ് ദിവസം പ്രതി ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ. ഒരു ഉദാഹരണം പറയാം. കാട്ടാക്കട തൂങ്ങാമ്പാറ ഭാഗത്ത് ഒരു പെൺകുട്ടിയെ കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് കിട്ടി. അടുത്തമല്ല, കൈ അറ്റു തൂങ്ങിയ ഒരു പെൺകുട്ടി വീട്ടിലിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പോലീസ് വരാൻ പറഞ്ഞു. പോലീസുകാർ അവിടെ എത്തി. നോക്കിയപ്പോഴേക്കും സുന്ദരിയായ പെൺകുട്ടി, എനിക്ക് പരിചയമായ കുട്ടി കൂടിയാണ്. കൈ ഒരു ഭാഗം അറ്റു തൂങ്ങി നിൽക്കുന്നു. അവൾ നിലവിളിക്കുകയാണ് വേദന കൊണ്ട്. സംഭവം വീട്ടിൽ ഭർത്താവ് മദ്യപാനിയാണ്. അവളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും, ക്ഷമിക്കണം പറഞ്ഞേ പറ്റൂ, ഇതാണ് ചരിത്രം, അനുഭവം മറക്കാൻ വേണ്ടി പറയുന്നത്. പെൺകുട്ടികൾക്ക് ഇപ്പോ കൂടുതൽ അറിയേണ്ട കാര്യമാണ്. മുഖത്ത് മുഴുവൻ മലം ഇരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖത്ത് മലം ഇരിക്കുന്നു. ദേഹത്ത് മുഴുവൻ മൂത്രം ഇരിക്കുകയാണ്. മൂത്രത്തിന് സ്മെല്ല്. പെൺകുട്ടി നിലവിളിക്കുകയാണ്. പോലീസുകാർ മനസ്സിലായി അയാൾ പുറത്ത് രൗദ്രഭാവം നിൽക്കുകയാണ് വെള്ളമടിച്ചിട്ട്. പോലീസുകാരൻ അവിടെ ഇട്ട് ഇടിക്കാൻ തുടങ്ങി. കിട്ടിയതൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. അവർക്ക് വയലന്റ് ആയിപ്പോ പോലീസുകാർ. പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ പെൺകുട്ടിയോടെ തന്നെ ആംബുലൻസ് ഓടിക്കുന്നു. ആശുപത്രി കൊണ്ടാൻ പോയേണ്ടി ആശുപത്രിയിൽ സ്ട്രക്ചറിൽ എടുത്ത് കിടക്കി ആംബുലൻസ് കയറ്റിയപ്പോ പെൺകുട്ടി പറഞ്ഞ രീതികളുണ്ട്. എന്റെ ചേട്ടൻ അടിക്കല്ലേ. ഇത്രയും കഷ്ടം അനുഭവിച്ചിട്ടും ആ പെൺകുട്ടി തൻ ഭർത്താവിനെ സ്നേഹിക്കുകയാണ്. എന്റെ ഭർത്താവ് എന്നാൽ അവൾ കൊടുക്കുന്ന വിലയല്ല അയാൾ തിരിച്ചു കൊടുത്തത്. അവളുടെ മുഖത്ത് മോശമായ രീതിയിൽ അയാൾ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. അത്രമാത്രം അവളെ പീഡിപ്പിച്ചിട്ട് അവൾ പോലീസുകാർ പറയുകയാണ്. മൊഴിയെടുക്കാൻ പോയപ്പോൾ പോലീസുകാർ ദേഷ്യം വന്നു. ചീത്ത പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോടി, ഇത്രയും ദ്രോഹിച്ചിട്ട് നിന്നെ കൊന്നു കളയുമെന്ന തലത്തിലായിരുന്നിട്ട് പോലും അവളെ സ്നേഹിക്കുന്നുവോ? ഇല്ല, അത് ചേട്ടനാണ്. എനിക്ക് 2 മക്കളുണ്ട്, വേറെ ആരുമില്ല. എന്റെ മക്കൾക്ക് വേണ്ടി അതൊന്നും ചെയ്യരുത്. എല്ലാം മാറും, ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം മാറും. ബന്ധങ്ങളുടെ ദൃഢത വലുതാണ് പ്രിയപ്പെട്ടവരെ. ഭർത്താവ് അയാൾ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് മറ്റേതെങ്കിലും ഭാര്യമാരോടോ പെൺകുട്ടികളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പയ്യന്മാരോടോ നടന്നാൽ നഷ്ടമാകുന്നത് റിയാലിറ്റി. ഡ്യൂപ്ലിക്കേറ്റ് ബന്ധം കിട്ടും, പോകുന്നത് റിയാലിറ്റി പിന്നെ തിരിച്ചു കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, അവൾ കാത്തിരിക്കുകയാണ്. അയാളെ കൊണ്ട് പല കേസുകളൊക്കെ ചാർജ് ചെയ്ത് പല രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആണ് ഞാൻ അറിയുന്നത്, മദ്യപാനമൊക്കെ നിർത്തി ശാന്തമായി പോകുന്നു. പക്ഷെ ഇന്നും ആ കുട്ടിക്ക്
കൈ എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാ ആ കയ്യേറ്റിരിക്കുന്നത്. പക്ഷെ കിട്ടിയത് കിട്ടി. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഭർത്താവ് എന്നുള്ള സന്തോഷം കിട്ടി തുടങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ബന്ധങ്ങളിൽ ഒത്തിരി പേർ കരയുന്നുണ്ട്. ഇപ്പൊ കാണുന്ന പുരുഷൻ, പല്ലുവിളിച്ച് കാണിക്കുന്ന പുരുഷനെ ഈ സ്ത്രീയെ കണ്ടിട്ട് ഇത് മതി, ഈ കേട്ടാൽ മതി, എന്റെ അമ്മയെ പെട്ടെന്ന് കേൾക്കാൻ വയ്യ, രാത്രി അവർക്ക് ഓടുക, ആലോചിച്ചോണം. വലിയ വിനാശം വരാൻ പോവുകയാണ്. ഡൽഹിയിലെ ഓർത്തോളം ഇന്ന് ആർക്കും സോൾ ലവ് ഇല്ല. മെറ്റീരിയൽ ലവേ ഉള്ളൂ. മെറ്റീരിയൽ എന്തുവാ? നമ്മുടെ ശരീരത്തോട്, പണത്തോട്, മറ്റു പലരോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാവർക്കും മധുരം പൊളിക്കും. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഇത് വലിയ പ്രസംഗമാണ്. നിർത്തുന്നു നിൽക്കുന്നില്ല. അതാ പറയുന്നത്, നിർത്തുന്നു. ബന്ധങ്ങളെ സൂക്ഷിക്കുക. ആദ്യം രൂപപ്പെടുത്തേണ്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്. അത് തകർന്നിട്ട് ഒത്തിരി പേരുടെ ആയിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധം ശരിയാവുമ്പോൾ എല്ലാം ശരിയാവും. അതുകൊണ്ടാണ് പറയുന്നത്, യഹോഭക്തി വിവേകത്തിന്, ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ദൈവത്തിലുള്ള ഭയം ജീവിതത്തിൽ എല്ലായിടത്തും നമ്മെ നിയന്ത്രിക്കും. തെറ്റിപ്പോയ ജീവിതങ്ങൾ തിരുത്തുവാൻ കർത്താവിനെ കഴിയും. വേദപുസ്തകം വായിക്കുക, സഭയിൽ ആക്റ്റീവ് ആകുക. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റായ ബന്ധങ്ങൾ വരത്തില്ല. മുമ്പ് പറഞ്ഞു തോന്നുന്നു, ഒരു കുട്ടിയോട് പറഞ്ഞ പോയിന്റ് ഇതാണ്, എന്റെ പൊന്നച്ചോ എന്നെ ലവർ എന്നെ ഇട്ടു പോയി. കാര്യം എന്താ? അച്ഛനെ വീട്ടിൽ വിടുന്നില്ലല്ലോ. അച്ഛൻ ഓരോരോ ടാസ്കുകൾ തരികയാണ്. ആ കൂട്ടായ്മ, ഈ കൂട്ടായ്മ, അതെഴുത് കുട്ടി, ഇതെഴുത് കുട്ടി, എപ്പോഴും പഴയ തന്നെ ഫോൺ വീട്ടിലാണ്. അയാൾ വിളിച്ചിരിക്കുമ്പോൾ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല. അയാൾ വീട്ടിട്ട് വേറെ പോയി. ഞങ്ങൾക്ക് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല അച്ഛാ. സഭയിൽ ശുശ്രൂഷൻ ആക്റ്റീവ് ആകുന്നതാണ് എന്റെ ഏറ്റവും സന്തോഷം. ആത്മീയത ബലപ്പെടുന്നതാണ് സന്തോഷം. ഇപ്പൊ ഞാൻ റിയാലിറ്റി മനസ്സിലാക്കുന്നു. ദൈവസന്നിധി ബിസിയുള്ളവരാവുക. നിങ്ങളുടെ ബന്ധങ്ങൾ ക്രമീകരിക്കുക. മാതാപിതാക്കൾക്ക്, അമ്മയപ്പന്മാർക്ക്, ഭാര്യ ഭർത്താവിനെ ബഹുമാനപ്പെടുത്തുക. പുരോഹിതന്മാരുടെ ബന്ധങ്ങൾ വളർത്തുക. നല്ല ബന്ധങ്ങൾ വളർത്തുക. ദൈവത്തുള്ള ബന്ധം വളർത്തുക. തീരുന്നില്ല എങ്കിലും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം ശരിയാകുമോ അത്രത്തോളം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ബന്ധങ്ങൾ വളരുവാൻ ഒരു വലിയ മരുന്ന് ആവശ്യമാണ്. എന്തുവാ? ദൈവസ്നേഹം, സ്നേഹം. ആ സ്നേഹം രൂപപ്പെടുത്തി വിജയിച്ചു മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർ കഴിയട്ടെ. സമയം ഓരോരുത്തരിച്ചിരിക്കുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോഴും കുടുംബത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിൽ ചിലരിൽ നിന്ന് നിൽക്കേണ്ടി വരുന്ന ചതി, ചിലരിൽ നിന്നുണ്ടായ മുറിപ്പാടുകളൊക്കെ കാരണം സങ്കടപ്പെടുന്നവരെ, കുടുംബ പ്രശ്നങ്ങൾ കാരണം കോടതികളിൽ കയറി നടക്കുന്നവരെ, നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് ആശ്വസ്തത, നിങ്ങളുടെ ബന്ധങ്ങൾ കർത്താവ് തിരുത്തു വരട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കയ്യും മുറിയും കൊള്ളുന്ന വഴി എന്നോട് കൂടെ നടക്കുന്നവൻ, കയ്യും മുള്ളും കൊള്ളുന്ന വഴി എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. സങ്കടങ്ങൾ മാറ്റും, ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലൂടെ വലത് കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോട്ടെ. യേശുനാമത്തിൽ ദൈവസന്നിധിയിൽ വീണുപോയ നമ്മുടെ ആത്മീയ ബന്ധത്തെ ആദ്യം ഉറപ്പിക്കാൻ പോവുകയാണ്.
നെഞ്ചോട് ചേർന്ന് എല്ലാവരും വലുതേ നെഞ്ചോട് ചേർന്ന് അപ്പാ എന്റെ കുറവുകളെ ഏറ്റുവായി അപ്പൊ അവരോട് ക്ഷമിക്കണം കർത്താവേ. ഇതുവരെ ഞാൻ കർത്താവേ ഈ ലോകത്തിന് കടിമപ്പെട്ട് എന്റെ ബന്ധങ്ങളിൽ വീഴ്ച വന്നു പോയി കർത്താവേ. അങ്ങേ ആത്മാർത്ഥമായി ആരാധിക്കുവാനോ അങ്ങയുടെ മകനെന്ന് ജീവിക്കുവാനോ കഴിയാത്ത അവസ്ഥ ഇനിയോ പാപം ചെയ്തു പോയി കർത്താവേ. എന്നോട് ക്ഷമിക്കണമേ. എന്നെ അങ്ങയുടെ മകനാക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കണമേ, എന്നെ അങ്ങയുടെ ദാസനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണേ. പലപ്പോഴും പിശാച് വേട്ടയാടി തെറ്റായ ഭാഷകൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ഭക്ഷണങ്ങൾ പലരും എന്നെ പാപം ചെയ്യിപ്പിക്കുമ്പോ എന്റെ ബന്ധങ്ങൾ പലപ്പോഴും മോശമായ സാഹചര്യങ്ങൾ പെട്ടുപോകുമ്പോൾ ആ ഭഗവതിയോട് ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരെങ്കിലും ബന്ധനങ്ങളിൽ പെട്ടുപോയിരിക്കുന്നുണ്ട്. ബന്ധനങ്ങളിൽ പെട്ട കാര്യകർമ്മം കഴിയാതെ വിഷമിക്കുന്നവര് ഈ രാത്രി കാലം ഒരു തീരുമാനമെടുത്താൽ യേശുവിന്റെ കൂടെ ഇരിക്കും. നിന്റെ ബന്ധങ്ങളിൽ അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം, അഗ്നോണ പോലെ അല്ലെങ്കിൽ നമ്മുടെ ശിംശോനെ പോലെ വല്ലാത്ത വിപത്തുകളെ കടന്നു പോവുകയാണ്. വല്ലാത്ത വിപത്താണ്. ന്യായവിധിയായി ദൈവം നിന്നോട് ചോദിക്കുവാൻ പോവുകയാണ്. ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, ശാപങ്ങൾ, വീട്ടിലെ ഒരാൾ കുറഞ്ഞു പോകുന്നത് പലരും നീ ചെയ്യുന്ന പാവം നിമിത്തമാണ്, തെറ്റായ ബന്ധം നിമിത്തമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവബന്ധമാണ് ഇന്ന് ഉറപ്പിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ബഹുമാനിക്കാത്ത ഭർത്താവേ, ഭർത്താവെ വായിക്കാത്ത ഭാര്യയെ, മക്കളെ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കളെ, നിങ്ങളുടെ ബന്ധങ്ങളെ ക്രമപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭ, പുരോഹിതൻ, സഭ എന്നിവരുടെ ബന്ധങ്ങളുണ്ട്. ദൈവത്തിനെ സ്നേഹിക്കാൻ വിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചിലർ കണ്ണീരിന്റെ മധ്യയായിരിക്കുന്നുണ്ട്. അമ്മയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന പൊള്ളുന്ന വാക്കുകൾ, അമ്മായിയുടെ നിന്ന് കേൾക്കേണ്ടി വരുന്ന പൊള്ളുന്ന വാക്കുകൾ, ഭർത്താവ് നീട്ടുന്ന വാക്കുകൾ കൊണ്ട് പലതും പറയുമ്പോൾ ഹൃദയം ചങ്ങുപൊട്ടി മരിച്ചു പോകുന്നത് ചിന്തിക്കുന്ന പലരും അവിടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങളിൽ ആത്മീയതയോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഇപ്പോൾ യേശുവിൽ വിടുതൽ പ്രാപിക്കട്ടെ. കോടതി വാർത്തകളിൽ ബന്ധങ്ങൾക്ക് വേണ്ടി വില്ലാളികളായി വാഗ്ദാനം നടത്തി ജീവിക്കുന്നവരോട് പറയട്ടെ, വലുത് കുടുംബ ജീവിതമാണ്. ബന്ധങ്ങളെ ഉറപ്പിക്കാൻ ദൈവം ബന്ധങ്ങളെ ക്രമപ്പെടുത്തുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിലൂടെയുള്ള ബന്ധം ഉറപ്പിച്ച് കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളൊക്കെ ഉറപ്പിച്ച് അനുഗ്രഹങ്ങളുടെ കൂടുതലായി നേടുവാൻ ഇത് ചിന്തകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. തെറ്റായ വഴികളെ കണ്ടവർ ഇപ്പോൾ തന്നെ പരിഹരിക്കുവാൻ എല്ലാ ജനത്തെയും ഒരുക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ സംഭവിച്ചു? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പണത്തോടുള്ള ആസക്തിയാണോ, അതോ മദ്യത്തോടുള്ള ആസക്തിയാണോ, ഈ ലോകത്തോടുള്ള ആസക്തിയാണോ എന്റെ ബന്ധങ്ങളെ തകർത്തുവാക്കിയത്? പണമെന്ന ചിന്തയാണോ? അതിന്റെ വേഷത്തിനെ കരുതണമെന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ സമയത്ത് ഇന്നത്തെ കൂട്ടത്തിൽ പ്രാർത്ഥനയോടെ ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ജീവിക്കണമേ. രോഗിയായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങൾക്ക് കർത്താവേ അല്പസമയം വചനധ്യാനത്തിലൂടെ അങ്ങേ മുഖത്തുപെടുന്ന അവസരത്തിനായി സ്തോത്രം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തിരിയുന്നു. ദൈവത്തിന്റെ കരുണയും കൃപയും തുറന്നു കൊണ്ടിരിക്കണം. നാളെയും മറ്റു നടക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതം എന്നെന്ന് തിരിച്ചറിയുവാൻ അവസരം ഞങ്ങൾ തരണമേ. പ്രാർത്ഥനയുടെ കൊല്ലം യേശു നമ്മൾ തന്നെ. ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്നു. സംസാരം ഇപ്പോഴും എപ്പോഴും കാലാവസരത്തോടും നാം ഇവരോടും കേട്ട സത്യങ്ങളോടും കേൾപ്പിച്ച ദൈവദാസനോടും എനിക്ക് പറയാൻ ഈ അംഗത്തും രോഗങ്ങളിലേക്ക് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവമേ ധാരാളമായി എവിടെയാണ്, ഏത് സ്ഥലത്താണ്? ഞാനിപ്പോൾ വെള്ളട നമ്മുടെ വലിയ വഴി ചെമ്പൂര്. ചെമ്പൂരിൽ വലിയ വഴി സഭയിലാണ് ഇരിക്കുന്നത്. പേരെന്തായിരുന്നു? റോബിൻ. ആ അതെ, ഓർമ്മ.
പറയുന്നത് സാർ സോറി നേരത്തെ വന്നല്ലേ എനിക്ക് അപ്പുറത്തെ 2 റോഡ് കാരക്കോണ റോഡും അപ്പുറത്തെ റോഡുണ്ടല്ലോ 2 റോഡ് ഒരേപോലെ എനിക്ക് തിരിപ്പോയി. ഞാൻ വന്നത് ആ മാരാമുട്ടം അവിടുന്ന് തിരിയാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അതിനായിട്ട് കറങ്ങി കളഞ്ഞു. നല്ല കറക്റ്റാണ്. തെറ്റാണെന്ന് വെച്ചാൽ അടുത്ത മോര് വെച്ച് നോക്കി അതും കറക്റ്റാണ്. ചുമ്മാ കറങ്ങി കളഞ്ഞു. ആ സമയം നഷ്ടമായത്. ഒരിക്കൽ വന്നിട്ടുള്ളൂ അതിന്റെ ഒരു ഗ്യാസിന്റെ സ്മെല്ല് അല്പസമയം തിരുവനന്തപുരത്തിലൂടെ നിങ്ങളെ വഴി നടത്തിയപ്പോൾ പങ്കുകൊണ്ട് എല്ലാ അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസികളെ വരും നാളുകളിലെ ഇതിലധികം നന്മകൾ വചനത്തിലൂടെ നിങ്ങൾ പ്രാപിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ